2026 മെയ് 15-ാം തീയതി വെള്ളിയാഴ്ച രാത്രി കോഴിക്കോടിലെ പേരാമ്പ്ര ചെറുമണ്ണൂരിൽ കക്കരമുക്ക് റോഡിൽ വല്ലാത്തൊരു പൊട്ടിത്തെറി കേട്ടു. രാത്രി 9:30 കേട്ട ആ ശബ്ദം നാട്ടുകാരെ ഒന്നാകെ അങ്ങ് ഞെട്ടിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ജനങ്ങൾ ഓടി തുടങ്ങി. റോഡിൽ നിന്നും തീഗോളങ്ങൾ ഉയരുന്നത് ദൂരെ നിന്നും ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഒരു കാർ റോഡരികിൽ നിന്ന് കത്തുന്നു. നാട്ടുകാർ ഓടി തടിച്ചു കൂടിയപ്പോഴേക്കും ശരീരത്തിൽ അങ്ങിങ്ങായി തീ പിടിച്ചുകൊണ്ട് ഒരാൾ ഓടി തൊട്ടടുത്ത കൈത്തോടിലേക്ക് ചാടി. അയാൾക്ക് പിറകെ കുറെ നാട്ടുകാരും ഓടി. വെള്ളത്തിലേക്ക് ചാടിയ അയാളെ കൈപിടിച്ച് ചിലർ കയറ്റി. അയാൾ പതിയെ നടന്ന് വണ്ടിക്കരികിലേക്ക് എത്തി. അപ്പോഴേക്കും ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. പെട്ടെന്ന് അയാൾ വല്ലാത്തൊരു വിഭ്രാന്തിയിൽ പറഞ്ഞു തുടങ്ങി, വണ്ടിക്കകത്ത് ഒരാളുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആളുകൾ വണ്ടിക്കകത്തേക്ക് നോക്കി. അതെ, വണ്ടിക്കകത്ത് ഒരാളുണ്ട്. ശരീരമാകെ തീ പിടിച്ച് ചലനമറ്റ നിലയിൽ അയാൾ അങ്ങനെ കിടക്കുകയാണ്. കിടക്കുന്നത് ആരെന്ന് പോലും ആർക്കും അറിയില്ല. പിന്നെ ഒട്ടും വൈകിയില്ല, ആളുകൾ തീ കെടുത്താനുള്ള ശ്രമം തുടങ്ങി. തൊട്ടടുത്ത് നിന്ന തോട്ടിൽ നിന്നും വെള്ളം കോരി വന്ന് അവർ കാറിലേക്ക് ഒഴിച്ചുകൊണ്ടേയിരുന്നു. ഇതേ സമയം പലരും ആ വണ്ടിയുടെ ഡോർ തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഡോർ അകത്തു നിന്നും ലോക്കാണ്. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ഡോർ തുറക്കാനായില്ല. കൂട്ടത്തിൽ ഒരാൾ പിൻവശത്തെ ഡോറിന്റെ സൈഡ് ചില്ല് തകർത്തുകൊണ്ട് ആ ഡോർ അങ്ങ് തുറന്നു. സത്യത്തിൽ ആ കാഴ്ച കണ്ടവർ ഒന്നടങ്കം ഞെട്ടിത്തരിച്ചുപോയി. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ, ശരീരം ആ സ്ഥലം തീ വിഴുങ്ങി അങ്ങനെ അങ്ങ് കിടക്കുന്നു. ആ കാഴ്ച കണ്ടു നിന്നവർക്ക് അത് വല്ലാത്തൊരു വേദനയായിരുന്നു. കാരണം ആ സ്ത്രീയിൽ ജീവൻ ഉണ്ടോ എന്ന് പോലും ആർക്കും ഒരു നിശ്ചയവുമില്ല. അവർ ആ സ്ത്രീയെ വേഗം എടുത്ത് അടുത്ത് ഒരു ഷീറ്റിൽ കിടത്തി. തുടർന്ന് എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യത്തോടെ കുറെ പേർ ചേർന്ന് ആ സ്ത്രീയെയും കൂടെ വന്നയാളെയും നേരെ കൊണ്ടുപോയി പേരാമ്പ്ര ആശുപത്രിയിലേക്ക്. എന്നിരുന്നാൽ പോലും ആ സ്ത്രീ മരണത്തിന് കീഴടങ്ങിയിരുന്നു. വണ്ടി ഓടിച്ചിരുന്ന ആൾക്ക് 60% പൊള്ളലേറ്റു എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അയാളെ ICUവിലേക്ക് മാറ്റി. അപ്പോഴേക്കും നാട്ടുകാർ അവരെ തിരിച്ചറിഞ്ഞിരുന്നു. പാലേരിയിലെ ശ്രീനിവാസന്റെയും വസന്തയുടെയും മകൾ സോനയായിരുന്നു അത്. 27 വയസ്സ്. സോന 7 മാസം ഗർഭിണിയായിരുന്നു. കൂടെ ഉണ്ടായത് സോനയുടെ ഭർത്താവായിരുന്ന റെജിൻ ലാൽ. സോനയുടെ ആ മരണ വാർത്ത കേരളക്കരയാകെ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. മേപ്പയൂർ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു. കണ്ടുനിന്നവരെയും സഹായിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി. എങ്ങനെയായിരിക്കാം ഈ കാർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്? ഇത് പറയുമ്പോഴൊക്കെ അവിടെ കൂടി നിന്ന ജനങ്ങൾക്ക് വല്ലാത്തൊരു നെഞ്ചിടിപ്പായിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ നാട്ടുകാർക്കും അവിടെ കണ്ടു നിന്നവർക്കും വല്ലാത്തൊരു സംശയം വന്നു തുടങ്ങി. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളും ഒന്ന് ചിന്തിച്ചു തുടങ്ങണം. ഞാൻ പറഞ്ഞതുപോലെ 7-ാം മാസം തികഞ്ഞ ഗർഭിണിയെ കാറിന്റെ പിറകുവശത്ത് ഭർത്താവ് ഇരുത്തി എന്ന് പറയുന്നതിലും നല്ലത് കിടത്തി എന്ന് പറയാനാണ്. കാരണം ആ കാറിൽ സോന കിടന്നായിരുന്നു ഉണ്ടായത്. പെട്രോൾ ടാങ്കിന് ലീക്കില്ല. എഞ്ചിൻ റേഡിയേറ്ററിൽ നിന്നും തീ വന്നില്ല. എന്തിന് AC-യിൽ നിന്ന് പോലും തീ പടർന്നില്ല. പിന്നെ എങ്ങനെ കാർ കത്തി നശിച്ചു? കാർ വലിയൊരു സ്ഫോടന ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും സ്ഫോടന വസ്തുക്കൾ ആ കാറിൽ സൂക്ഷിച്ചിരുന്നു. കാർ പിറകുവശത്ത് നിന്നും കത്തുന്നതായി കണ്ടു. പിന്നെ അങ്ങോട്ട് വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇതൊരു സ്വാഭാവികമായ പൊട്ടിത്തെറിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിൽ കാറ് കത്തുമ്പോൾ റെജിൻ ലാൽ, സ്വാഭാവികമായും കാറിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രൈവർ ബെൽറ്റ് നിർബന്ധമായി ഇടണം. അങ്ങനെ ബെൽറ്റ് ഇട്ട റെജിൻ ലാൽ എന്തുകൊണ്ടാണ് ഭാര്യയെയും തന്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ആദ്യം ഒന്ന് രക്ഷിക്കാൻ ശ്രമിക്കാത്തത്? തന്റെ ശരീരമാകെ പൊള്ളലേറ്റപ്പോൾ അയാൾ വണ്ടിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഇനി അഥവാ പൊള്ളലിന്റെ വേദന സഹിക്കാനാകാതെ ആയിരിക്കാം അയാൾ സ്വയരക്ഷാർത്ഥം ഓടിയത്. അങ്ങനെയെങ്കിൽ അയാൾക്ക് തടിച്ചുകൂടിയ നാട്ടുകാരോട് വിളിച്ചു പറയാമായിരുന്നില്ലേ, എന്റെ ഭാര്യ ആ വണ്ടിക്കകത്തുണ്ട്, ഒന്ന് രക്ഷിക്കണമെന്ന്? ആ സമയത്തൊന്നും പറയാതെ അയാളുടെ ശരീരത്തിലെ പൊള്ളലുകൾ മാറ്റിയ ശേഷം മാത്രമാണ് വളരെ സാവധാനം അതിനകത്ത് മറ്റൊരാൾ കൂടിയുണ്ടെന്ന് അയാൾ വിളിച്ചു പറഞ്ഞത്. അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അതായത് 8 മിനിറ്റോളം വണ്ടി കത്തിയതിനു ശേഷം മാത്രമാണ് റെജിൻ ലാൽ തന്റെ ഭാര്യ അതിനകത്തുണ്ടെന്ന് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത്. ഒരു കാറ് കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടും. ഇത്തരം ചൂടോ ശബ്ദമോ ഒന്നും അനുഭവപ്പെടാതെ എങ്ങനെയാണ് സോന ഇങ്ങനെ ഉറങ്ങിപ്പോയത്? ഇനി അഥവാ സോന എന്തെങ്കിലും നൽകി ഉറക്കിയതാണോ? അങ്ങനെ ശബ്ദം കേട്ട് ഉണർന്ന സോനയ്ക്ക് ഒരു വാതിൽ തുറക്കാനുള്ള ശേഷി പോലും ഉണ്ടായിരുന്നില്ലേ? ഇത്രയും അസഹ്യമായ പൊള്ളലേൽക്കുമ്പോൾ താൻ രക്ഷപ്പെട്ടില്ലെങ്കിലും തന്റെ വയറ്റിലെ കുഞ്ഞ് രക്ഷപ്പെടണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കില്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന സോന എന്തുകൊണ്ടായിരിക്കും ഒരു തവണ പോലും ആ വാതിൽ തുറക്കാൻ ശ്രമിക്കാതിരുന്നത്? അഥവാ അങ്ങനെ ശ്രമിക്കാതിരുന്നെങ്കിൽ സോന സ്വബോധത്തിലായിരിക്കില്ലേ? തനിക്ക് എന്ത് സംഭവിച്ചാലും തന്റെ ഭാര്യയും കുഞ്ഞും സേഫ് ആയിരിക്കണമെന്നല്ലേ ഏതൊരു ഭർത്താവും ചിന്തിക്കുന്നത്? അതല്ലേ സ്നേഹം? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും റെജിൻ ലാൽ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത്? പോലീസും ഫോറൻസിക്കുകാരും ചേർന്ന് ഈ കേസിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിന്റെ ഓരോ മുക്കും മൂലയും അവർ പരിശോധിച്ചപ്പോൾ വണ്ടിയുടെ പിറകുവശത്തിൽ പെട്രോൾ ശേഖരിച്ചതായി
തെളിവുകൾ കിട്ടി. വണ്ടിയുടെ പിറകുവശത്ത് ഇങ്ങനെ പെട്രോൾ ശേഖരിച്ച് വെക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. ആരായിരിക്കും ഇതിങ്ങനെ ശേഖരിച്ചു വെച്ചതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോലീസ് മുക്കും മൂലയും പരിശോധിച്ചു. അടുത്തുള്ള ഷോപ്പുകളിലും പെട്രോൾ പമ്പിലും CCTV പരിശോധിച്ചപ്പോൾ പോലീസിന് ലഭിച്ചത് സോന തന്നെ ഒരു ക്യാനിൽ പെട്രോൾ ശേഖരിച്ചു വരുന്നതാണ്. എന്തിനായിരിക്കാം സോന ഒരു ക്യാനിൽ ഇങ്ങനെ പെട്രോൾ ശേഖരിച്ചുകൊണ്ട് കാറിലേക്ക് പോയത്? ഇതിന് പിറകിൽ എന്തെങ്കിലും കാരണമുണ്ടാവുമോ? ഒരുപക്ഷെ ഈ ഒരു അപകടം ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കുമോ? എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയിരിക്കാം ഇത്തരത്തിലുള്ള സംശയങ്ങൾ. ഇതേ സംശയങ്ങൾ തന്നെ സോനയുടെ അമ്മാവനായിട്ടുള്ള AK സത്യൻ പല മാധ്യമങ്ങളോടും പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുമുണ്ട് ഏറെ കാരണങ്ങൾ. റെജിൻലാൽ ദുബായിലായിരുന്നപ്പോൾ ഓൺലൈൻ വഴി ചാറ്റ് ചെയ്ത് പ്രണയത്തിലാവുകയായിരുന്നു സോനയുമായിട്ട്. നീണ്ട 3 വർഷത്തെ പ്രണയം. അതേസമയം റെജിൻലാൽ പല സ്ത്രീകളുമായും പ്രണയത്തിലായിരുന്നു. പ്രണയത്തിൽ മാത്രമായിരുന്നില്ല, വിവാഹാഭ്യർത്ഥനകൾ നടത്തിയിരുന്നു. എന്നാൽ സോന റെജിൻലാലിനെ സ്നേഹിച്ചത് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് റെജിൻലാലുമായി വിവാഹം കഴിക്കുക, നല്ലൊരു കുടുംബ ജീവിതം തുടങ്ങുക, ഇതൊക്കെയായിരുന്നു സോനയുടെ സ്വപ്നങ്ങൾ. എന്നാൽ അതിനൊക്കെ വിപരീതമായി പിന്നീട് സോനയെ റെജിൻലാൽ വല്ലാതെ അങ്ങ് റിജക്ട് ചെയ്തു തുടങ്ങി. ഇതിൽ മനന്നത് സോന പലതവണ റെജിൻലാലിന്റെ പിറകെ നടന്നു. അങ്ങനെയാണ് സോന അറിയുന്നത് റെജിൻലാൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. ഇതറിഞ്ഞ സോനയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു ആ ന്യൂസ്. അവൾ വേഗം തന്നെ വടകരയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ആത്മഹത്യ ചെയ്യാൻ ഉറച്ചു തന്നെയായിരുന്നു അവൾ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. എന്നാൽ പോലീസുകാരുടെയും നാട്ടുകാരുടെയും ശക്തമായ ഇടപെടലുകൾ മൂലം സോന തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ വന്ന് സോനയും സോനയുടെ ബന്ധുക്കളും ഒരു പരാതി എഴുതി കൊടുത്തു. വിവാഹ വാഗ്ദാനം നൽകി റെജിൻലാൽ തന്നെ പറ്റിച്ചുവെന്ന്. ഇനി ഈ കേസിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ സോന ഈ കേസ് പിൻവലിക്കണം. അതിനായി റെജിൻലാൽ സോനയെ വീണ്ടും വിളിച്ചു. നമുക്ക് വീണ്ടും ഒന്നിക്കാമെന്നും പ്രശ്നങ്ങൾ മറന്ന് പരസ്പരം നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാമെന്നും റെജിൻലാൽ സോനയ്ക്ക് വാക്കുകൊടുത്തു. ഇപ്രകാരം സോന ആ കേസ് പിൻവലിച്ചു. തുടർന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇഴച്ചു കിട്ടിയാലും മുഴച്ചിരിക്കും? ഇതൊരു പഴഞ്ചൊല്ലാണ്. അകന്നുപോയ ബന്ധങ്ങൾ എത്ര തന്നെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു കണ്ണിയെങ്കിലും അവിടെ വിട്ടുപോയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സോനയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ വിവാഹം കഴിച്ചു എന്ന് വേണം പറയാൻ. കാരണം സോനയുമായി മാനസികമായി വല്ലാതെ അങ്ങ് റെജിൻലാൽ അകന്നിരുന്നു. പിന്നീട് സോന കുടുംബത്തിൽ പലരോടും താൻ അനുഭവിക്കുന്ന ജീവിതം അത്ര നല്ലതല്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു. എന്നിരുന്നാലും താനായി സെലക്ട് ചെയ്ത ഈ ജീവിതത്തിന്റെ കുറ്റങ്ങളും കുറവുകളും അവൾ മനസ്സിൽ മൂടിവെച്ച് നടന്നു. ഇവിടെ കാണുന്ന കാരണങ്ങൾ പലതും ഇതൊരു ആസൂത്രണ കൊലപാതകത്തിലേക്ക് വഴിതിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചെടുത്ത തീരുമാനമായിരുന്നു ഈ മരണം. പിന്നെ എങ്ങനെ റെജിൻലാൽ മാത്രം രക്ഷപ്പെട്ടു? റെജിൻലാലിന്റെ പ്രണയബന്ധങ്ങളാണോ ഈ കൊലയ്ക്ക് കാരണം? ഇനി ആസൂത്രിതമായ ഒരു കൊലപാതകമാണെങ്കിൽ ഇത് മറ്റാരെങ്കിലും ചെയ്തതാണോ? ഈ കേസ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഈ കേസ് വളരെ നല്ല രീതിയിൽ തെളിയിക്കാൻ മേപ്പയൂർ പോലീസ് സ്റ്റേഷന് സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.